ഹലോ ആർമി, സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് എഫാണ്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കുകൾ വന്ന് കാണും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എഡിറ്റ് ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറിലോട്ട് പോകാം. ഫസ്റ്റ് ഡേ ആണ്. അവൾ കോളേജിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. കോളേജിൽ നോക്കി. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ. എൻ്റെ കോളേജ് ലൈഫ് ഇങ്ങനെ തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവൾ കോളേജിൻ്റെ വരാന്തയിലെത്തി. അപ്പോൾ കുട്ടികളെല്ലാവരും നോട്ടീസ് ബോർഡ് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അവൾ അവളുടെ ക്ലാസ് നോക്കാനായിട്ട് നോട്ടീസ് ബോർഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പിറകിൽ നിന്ന് ആരോ അവളോട് എന്തോ ചോദിക്കുന്നു. അവൾ ഉടനെ തിരിഞ്ഞു നോക്കുന്നു. അതേ കുട്ടി, ഈ ഫസ്റ്റ് ഇയർ സൈക്കോളജി എവിടെയാ? ഞാനും അതാ നോക്കുന്നേ. അപ്പോൾ നമ്മൾ രണ്ടുപേരും വഴിതെറ്റിയവരാണല്ലേ. എൻ്റെ പേര് റിയ. തൻ്റെ പേരെന്താ? എൻ്റെ പേര് ടെസ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ്. ഓക്കെ 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 ഫ്രണ്ട്സ്. തമ്പുരാട്ടി എത്തിയോ? എന്താ ഇത്ര താമസിച്ചേ? അത് പിന്നെ ഞാൻ പറഞ്ഞു തരണോ? എണീക്കാൻ താമസിച്ചു, അത്ര തന്നെ. എനിക്ക് തോന്നി അതായിരിക്കണം. എപ്പോഴായിരുന്നു നീ നന്നാവുക? ഞാൻ നന്നായി. ഞാൻ നാളെ മുതൽ കറക്റ്റ് ടൈമിന് വന്നിരിക്കും. നോക്കി. ഇത് ടെസ, നമ്മുടെ ക്ലാസ്മേറ്റാ. ഇപ്പോൾ പരിചയപ്പെട്ടതാ ഇവിടെ വെച്ച്. ഹലോ, എൻ്റെ പേര് നിവേദിതാദാസ്. എന്നെ എല്ലാവരും നിവി എന്നാണ് വിളിക്കുന്നത്. താനും അങ്ങനെ വിളിച്ചാൽ മതി. ഹായ്. എനിക്ക് ഒരു പരിചയമില്ലാതിരുന്ന ഈ കോളേജ് ഇപ്പോൾ എന്തോ വലിയ അടുപ്പമുള്ളതായിട്ട് തോന്നുന്നു. കാരണം ഇവരൊക്കെ ആയിരിക്കാം. ഞങ്ങൾ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ വളരെ അടുത്ത്. അവർ മൂന്നുപേരും അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സീനിയേഴ്സ് അവരെ വിളിക്കുന്നു. നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. എന്തിനാ മക്കളെ പേടിക്കുന്നേ? നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചതാ. ഇവിടെ നിന്ന് പേര് വിടന്ന് തുടങ്ങിക്കോ. എൻ്റെ പേര് ടെസ ജോൺ. ഞാൻ ദിയ കൃഷ്ണ. എൻ്റെ പേര് നിവേദിയ ദാസ്. പെട്ടെന്ന് ആ സീനിയേഴ്സ് വരാന്തയിൽ നോക്കി ആരെയൊക്കെ കണ്ട പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. ഓടിക്കോടാ. പേര് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ബെല്ലടിച്ചു. നിവി, ടെസ, വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. അവ
അവർ 3 പേരും ക്ലാസ്സിൽ പോകുന്നു. ഇന്റർവെൽ സമയത്ത് 3 പേരും കൂടി ക്യാൻറ്റീനിലേക്ക് വരുന്നു. അവർ 3 പേര് അവിടെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുന്നു. ദേദിയെ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്തെങ്കിലും കനത്തിന് തിന്നാണ്. എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. നീ എന്തെങ്കിലും എനിക്കിപ്പം വാങ്ങിച്ച് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം തിന്നും. ഓ എൻ്റെ ദൈവമേ, നീ കിടന്ന ബഹളം വെക്കണ്ട, ഞാൻ വാങ്ങിച്ച് തരാം. നീ രാവിലെ ഒന്നും തിന്നാതെയാണോ എൻ്റെ പൊന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? കഴിച്ചതാ, പക്ഷെ എനിക്കിപ്പോൾ വീണ്ടും വിശക്കുന്നു. നിന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴും ഉണ്ടോ പൊന്നെ? നീ വാച കടിക്കാതെ പോയി വല്ലതും കഴിക്കാൻ വാച്ചുകൊണ്ട് വന്നേ. നിനക്ക് വല്ലതും കഴിക്കാൻ വേണോടാ? വേണ്ടടാ, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ വാച്ച കഴിച്ചു. അപ്പോഴാണ് ടെസ അവിടുത്തെ ലൈബ്രറി കാണുന്നത്. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ചിരി വന്നു. എടാ നിവി, ഞാനൊന്നാ ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാവേ. നീ ഇന്ന് ദിയോട് പറഞ്ഞേക്കാം, ഞാൻ പെട്ടെന്ന് വരാം. അവർ ലൈബ്രറിയിലെത്തി അവിടുത്തെ ബുക്ക് ഷെൽഫുകൾക്കിടയിലൂടെ നടക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും ഒരു പുസ്തകം എടുക്കും. അവൾ ബുക്കെടുത്ത് തിരിഞ്ഞത് ആരോ തട്ടി വീഴാൻ പോകുന്നു. അപ്പോൾ അയാൾ അവളെ പിടിക്കുന്നു. അവൾ കരയെ മുഖമുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ അവളെ കണ്ണുമായിട്ട് ഉടക്കി. അവൾക്ക് ആ കണ്ണുകൾ എന്തോ പ്രത്യേകതയുള്ളതായിട്ട് തോന്നി. അവൾ പെട്ടെന്ന് ചാടി എണീക്കുന്നു. എന്നിട്ട് അവൻ്റെ നേരെ നിന്ന് അവനോട് പറയുന്നു, അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ക്യാൻറ്റീനിലേക്ക് ഓടുന്നു. ക്യാൻറ്റീൻ എത്തിയ ശേഷം അവൾ അവിടെ ഒരു ടേബിളിൽ ദിയയും നിവിയും ഇരിക്കുന്നത് അവൾ കാണുന്നു. അവൾ പതിയെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താടി നിന്റെ മുഖം വിളറി വെളുത്തിരിക്കുന്നത്? എന്താ മോളെ ടെസേ, ആരടുത്തെങ്കിലും ക്രഷ് അടിച്ചോ? അയ്യോ, ഒന്ന് കളിയാക്കാതിരിക്കും. ഞാൻ പറയാം എന്താ നടന്നതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിയുന്നവരെ നിങ്ങൾ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, ഓക്കെ? അതെന്താ അങ്ങനെ? അപ്പോൾ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ റെഡി. പറ. അതുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്ത് തിരിഞ്ഞതും ഒരാളായിട്ട് കൂട്ടിയിടിച്ചു. ഞാൻ വന്ന് വീണപ്പോൾ അയാൾ എന്നെ പിടിച്ചു. പക്ഷെ അയാളുടെ ആ കണ്ണുകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇങ്ങനെ? എന്താ മോളെ, ക്രഷ് അടിച്ചോ? ഇതിനൊക്കെ ക്രഷ് എന്നാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ ഇതുവരെ ആരുടെ തോന്നിയിട്ടുമില്ല. നിവ പറഞ്ഞതിനും കാര്യമുണ്ട്. നിനക്ക് അയാളോട് ക്രഷ് അടിച്ചു. ശരി, അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. പുള്ളി നല്ല ലുക്കാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാളുടെ കണ്ണ് സൂപ്പറാ. പക്ഷേ ആളെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ ദിയെ? അതെ, അയാൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശരി, എന്നെ കളിയാക്കിയതൊക്കെ മതി. വാ, ഇനി നമുക്ക് പോവാം. സമയം ഇപ്പം എത്രയായിരുന്നു? ദിയയും നിവിയും നേരെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. ടെസയാണെങ്കിൽ രാത്രി അവൾ ഹോസ്റ്റൽ റൂമിൽ ഇരുന്നു കൊണ്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ തന്നെ ഓർത്തുകൊണ്ടിരുന്നു. എനിക്കിതെന്താ പറ്റുന്നേ? എനിക്കിതെന്നെ അറിയില്ല. എനിക്ക് അവനോട് വല്ല ഇഷ്ടമുണ്ടോ? അവൻ്റെ ആ കണ്ണുകൾ, അവൻ്റെ മുഖം മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ.
എനിക്കിതെന്താ പറ്റുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഓ, ഉറങ്ങാനും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ദൈവമേ, ഒന്നതിനെ ഒന്ന് രക്ഷിച്ചതായോ. പിറ്റേന്ന് അതിരാവിലെ തന്നെ ടെസ കോളേജിലെത്തി. കോളേജിനകത്ത് കടന്നത് അവളുടെ കണ്ണുകൾ ആരെയോ തിരക്കുകയായിരുന്നു. ഇന്നലെ കണ്ട ആ കണ്ണുകൾ എന്തിനാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ അവനെ തന്നെ തിരയുന്നത്? എനിക്ക് എന്തായി സംഭവിക്കുന്നത്? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവൾ കോളേജിലെ ക്യാൻറ്റീനിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും ക്ലാസ്സുകളിലുമായി മുഴുവൻ അവനെ നോക്കി. പക്ഷെ അവൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി. ഞാൻ എന്തിനാ ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്? ഒരു ദിവസം മാത്രം കണ്ട ഒരാളെയല്ലേ അവൻ. പക്ഷെ അവൻ്റെ ആ നോട്ടം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേനവി അവിടേക്ക് വരുന്നു. അല്ല, ഇതാരായിരിക്കുന്നത്? നമ്മുടെ ടെസ് തന്നെയല്ലേ? എന്താ ഇത്ര നേരത്തെ വന്നത്? ഓ, ഞാനും അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, ഒരു ദിവസം നേരത്തെ വന്നതാ. ഒന്നുമില്ലാന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം. നീ കാര്യം പറ. ഇന്നലെ കണ്ട ചേട്ടനാണോ മോളുടെ ഈ മുഖത്തെ വിഷമത്തിന് കാരണം? ഓ, അപ്പൊ അത് തന്നെയാ കാര്യമല്ലേ മേഡം? പെട്ടെന്ന് കുട്ടികളെല്ലാവരുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് ഓടുന്നവർ കാണുന്നു. ഇതെന്താ എല്ലാവരും കിടന്ന് ഓടുന്നേ? എന്താ പറ്റി ഇവിടെ? എന്തെങ്കിലും കാര്യം കാണും. വാ, നമുക്ക് പോയി നോക്കാം.